എടോ ഇന്ന് ഞാനേ ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നമ്മുടെ ബ്രോക്കോളിയും മുട്ടയൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചി ഒരു റെസിപ്പി. ഇതാണെങ്കിൽ ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ, ഇനി അല്ലാത്തവർക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിക്കണമെങ്കിലൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കറിയായിട്ട് വേണമെങ്കിൽ കഴിക്കാട്ടോ. എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പിന്നെ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. എടോ ഇത് ഉണ്ടാക്കാനേ ഒരു പാനിലേക്ക് ഞാനൊരു കുറച്ച് ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ടേ. ഇനി നിങ്ങൾക്ക് ബട്ടർ കയ്യിലില്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കുഞ്ഞി സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ടേ ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ നിറമൊന്നും ഒരുപാട് മാറിയൊന്നും വരണ്ട, ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. കാരണം ഇതുപോലൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ഈ ബ്രൊക്കോളി എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. നന്നായിട്ട് ക്ലീൻ ആക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇത്രയും ചെറുതൊക്കെ ആക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്തിട്ടേ ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബ്രൊക്കോളി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴേ കുട്ടികൾ അറിയാണ്ട് കഴിച്ചു പോകും കേട്ടോ. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ബ്രൊക്കോളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്തിട്ടും അധികം വേവൊന്നും ഇല്ല കേട്ടോ ഇതിന്. ഇനി ദാണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട ഇത് തുറന്നു നോക്കിയപ്പോഴേക്കും ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് മുന്നേ ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം ഞാനൊരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയം ഒന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമ്മുടെ ഇതിനകത്ത് നിന്ന് വന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കും. ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കേ ഈ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റും. ആണ് ഇതുപോലെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിങ്ങനെ ഒന്ന് നേരത്തെ ഒന്ന് ഷേപ്പ് ആക്കി വെച്ച് കൊടുക്കാം. അത്യാവശ്യം റൗണ്ട് ഷേപ്പിലൊക്കെ എത്തണം കേട്ടോ. അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇതുപോലെ ഒന്ന് ഒന്ന് പരത്തി ഒന്ന് ഷേപ്പ് ആക്കി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് എടുത്ത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മുട്ടയാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ഒക്കെ എടുക്കാം കേട്ടോ. ഇനി മുട്ട 3 അങ്ങോട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് അതങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് ആയിപ്പോയതുപോലെ ഉണ്ടല്ലേ വീഡിയോയിൽ. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കി കണ്ടൊക്കെ ചെയ്യണം കേട്ടോ. അവിടെ ഇതുപോലെ ഒന്ന് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഉപ്പൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടേ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ മുട്ടയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോഴേക്കും ഈ മുട്ടയൊക്കെ അങ്ങ് സെറ്റായി വരും കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഇനി ഒരു അടാർ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.